മനസ്സിലെ കലുഷിതമായ അവസ്ഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചില വാക്കുകളാണ് കവിതകളും കഥകളുമായി മാറുന്നതെന്ന് സാഹിത്യകാരൻ ടി.പി. രാജീവൻ. ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച രശ്മി കിട്ടപ്പയുടെ കവിതാ സമാഹാരം കരുതൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രശ്മി കിട്ടപ്പയുടെ കരുതൽ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ കവിയും നോവലിസ്റ്റുമായ ടി.പി. രാജീവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. അതുവരെയുള്ള അവരെ കഷ്ടപ്പാടുകളും അവരെ മുഴുവൻ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാവിയെപ്പറ്റി അവർ വലിയ പരീക്ഷകളും പ്രശ്നങ്ങളൊക്കെ തകർന്ന് വീഴുന്ന സമയത്ത് ഇത് മുഴുവൻ ചേർന്ന് 4-5 വാക്കായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പം കിട്ടുന്ന ഒരു ഇലയാണെങ്കിൽ ഇല കൊണ്ട് ഭിത്തിൽ എഴുതി വെക്കുക. പലപ്പോഴും പല ആത്മഹത്യ, രോഹിത് വെമുലയുടെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് എത്ര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളതാണ്. ജീവിതത്തിന് ഇനി ഞാനില്ല, എൻ്റെ ഈ വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലുള്ള വലിയൊരു വെളിപാട്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഉണ്ടല്ലോ. എഴുത്തുകാരൻ എൻ മോഹനന്റെ മകൾ സരിത വർമ്മ പുസ്തകം ഏറ്റുവാങ്ങി. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ CP അബൂബക്കർ അധ്യക്ഷം വഹിച്ചു. ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റ് മാനേജർ OP സുരേഷ് പുസ്തകം പരിചയപ്പെടുത്തി. ഭാസി മലപ്പറമ്പ്, ഗണേഷ് ഓലിക്കര, സംഗീത നായർ, സന്ധ്യ അരുൺ, രശ്മി കിട്ടപ്പ എന്നിവർ സംസാരിച്ചു. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പ്രാസാദകർ. 47 കവിതകളാണ് സമാഹാരത്തിലുള്ളത്. സച്ചിദാനന്ദന്റേതാണ് അവതാരിക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.